നെയ്യാറ്റിൻകര ഗോപൻ സമാധി കേസിൽ അനിശ്ചിതത്വം തുടരുകയാണ്. സമാധി സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നില്ല എന്ന് ഡിവൈഎസ്പി കളക്ടർക്ക് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ കുടുംബത്തിന്റെ വാദം പരിഗണിക്കാമെന്ന് കോടതി അറിയിച്ചു. നിലവിൽ നടക്കുന്നത് സ്വാഭാവിക നടപടിക്രമങ്ങൾ മാത്രമാണെന്നുമാണ് കോടതിയുടെ പ്രതികരണം. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ വിവാദ കല്ലറ തുറക്കുന്നതിൽ 6ാം ദിനവും അനിശ്ചിതത്വം തുടരുന്നു. ക്രമസമാധാന നില തകരാറിലാകുമെന്ന പശ്ചാത്തലത്തിൽ പോലീസ് നിലവിൽ മൗനത്തിലാണ്. ഗോപൻ സ്വാമിയുടെ തിരോധാനത്തിന് പിന്നിൽ കുറ്റകൃത്യം നടന്നെന്ന നിലപാടിലാണ് പോലീസ്. സംഭവസ്ഥലത്ത് ക്രമസമാധാന പ്രശ്നം നിലനിൽക്കുന്നില്ലെന്നും സമാധിപീഠം പൊളിച്ചു പരിശോധിക്കണമെങ്കിൽ പരിശോധിക്കാമെന്നും ഡിവൈഎസ്പി കളക്ടർക്ക് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. കുടുംബം ഇതിനിടെ റിട്ട് ഹർജിയുമായി കോടതിയെ സമീപിച്ചിരുന്നു. പിന്നാലെ ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായി. മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ വാദം പരിഗണിക്കാമെന്നും ഇപ്പോൾ നടക്കുന്നത് സ്വാഭാവിക നടപടിക്രമമാണെന്നും കോടതി കുടുംബത്തെ അറിയിച്ചു. ഒരു മനുഷ്യനെ കാണാതായാൽ അത് അന്വേഷിക്കാൻ ഏജൻസികൾക്ക് അവകാശമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി അന്വേഷണത്തിൽ ഇടപെടാനാകില്ലെന്നും വ്യക്തമാക്കി. നിലവിൽ കോടതി കൂടി ഇടപെട്ടതോടെ പോലീസും ജില്ലാ ഭരണകൂടവും കൂടുതൽ ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ്. കല്ലറ പൊളിക്കുന്നതിലെ നടപടിക്രമങ്ങൾ സംബന്ധിച്ച് കൂടിയാലോചനകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉടൻ നടത്തും. അതേസമയം കുടുംബത്തിനെതിരെ വീണ്ടും നാട്ടുകാർ രംഗത്തെത്തി. മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാണ് നാട്ടുകാർ ഉയർത്തുന്ന ആവശ്യം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.